ഹലോ ഹലോ നല്ല സിനിമയാണ്, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. എനിക്ക് എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാവുന്നൊരു ഫൺ മൂവിയാണ്. ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കാണാം. അടിപൊളിയാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. മലയാളത്തിലൊരു രസകരമായിട്ടുള്ള സബ്ജക്റ്റ് വർക്ക് ചെയ്യാണ്. ഏലിയൻ സബ്ജക്റ്റൊക്കെ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് വർക്ക് ചെയ്യണം. എല്ലാവരും പെർഫോമൻസും ഒക്കെ അടിപൊളിയാണ്. പ്ലൂട്ടോ അപ്പോൾ നീരജും ആർഷ എൻ്റെ ഫ്രണ്ട്സാണ്, അങ്ങനെ വന്നതാ. എനിക്ക് ഇത്ര ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ. ബിക്കോസ് ഫാൻറ്റസി ഭയങ്കര എക്സ്ട്രീമായിട്ട് പോകുമ്പം യൂഷ്വലി എനിക്ക് അത്ര വർക്ക് ആവാറില്ല. പക്ഷേ ഇത് പ്ലൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് ഭയങ്കര സ്റ്റൈലിഷ്ലി ഷോട്ടായിരുന്നു. ഒരു മലയാളം മൂവി പോലെ തോന്നിയില്ല. അത്രയും ക്ലാസ്സും മ്യൂസിക്കലി മൊത്തത്തിൽ നമുക്കൊരു വേറൊരു ലോകത്തിലേക്ക് പോകുന്ന പോലെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി റൂട്ടഡ് ടു കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങൾ. അജു ചേട്ടൻ, നീരജ്, അർഷ, അൽത്താഫ് എല്ലാവരും കട്ടക്ക് നിൽക്കുമായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന സിനിമയാണ്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ബിക്കോസ് അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ പടമാണ്. ഞാൻ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ മിസ് ചെയ്യരുത്. താങ്ക് യു. ഇല്ല, കിള്ളം പരിപാടിയാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഏലിയൻ പരിപാടി അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യുക. ഓക്കെ. എനിക്ക് ലാസ്റ്റ് നിമിഷമാണ് വരാൻ പറ്റിയത്. അപ്പോൾ നാളെ ഒന്നുകൂടെ ഒന്ന് കാണണം. എന്നിട്ട് എന്നാലും എനിക്ക് അവൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ പറ്റും. ഓക്കെ, ലാസ്റ്റത്തെ പരിപാടി വെച്ചിട്ട് ഓക്കെ. ഈ പറഞ്ഞ പോലെ ഭയങ്കര വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണ്. സോ കാണാം, എല്ലാവരും തിയേറ്ററിൽ തന്നെയാണ്. വേറെ ഫാന്റസി യൂണിവേഴ്സ് വരെ മാറി പല പല യൂണിവേഴ്സ് കയറി പോകുമ്പോ. ഓക്കെ, വളരെ നല്ല സിനിമയാണ്. എന്റർടൈനറാണ്. കുറെ ചിരിക്കാനുണ്ട്. വ്യത്യസ്തമായ കഥയാണ്. അൽത്താഫ് ഏലിയനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നീരജും നല്ലതായിരുന്നു. നല്ല മൂവിയാണ്. ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. ആദ്യത്തിൻ്റെ ഡയറക്ഷൻ ഭയങ്കര അടിപൊളിയാണ്. സൂപ്പർനൻ്റെ കോമഡി വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും പടം ടോപ്പാണ്. ആസ് ഇൻ കുട്ടികൾക്ക് മാത്രമല്ല, വീട്ടുകാർക്കും എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോലും കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. രസമുണ്ട്. അൽത്താഫൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഏലിയൻ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നൊരു ഫീലാണ്. രസമുണ്ട്, ഫണ്ണുണ്ട്, നന്നായിട്ടുണ്ട്. നല്ല 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 എന്റർടൈൻമെന്റ് ആണ്. താങ്ക് യു. എടാ, ഉഗ്രം പടം, ഭയങ്കര രസമുണ്ട്. ആദ്യം ഡയറക്ഷനും നീരജിന്റെ പെർഫോമൻസും അജുവൊക്കെ വെറുതെ ഭയങ്കര കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക. ഏലിയൻ പൊളിച്ച് നല്ല നല്ല രസമുണ്ട്. നല്ല ഭയങ്കര ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നന്നായിട്ടുണ്ട്. എൻ്റെ പരിപാടി ഭയങ്കര, എനിക്ക് ഭയങ്കര അതെ 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 അത് ബേസിക്കലി നമുക്ക് നമ്മുടെ കുറിച്ച് അഭിപ്രായം. എനിക്ക് ഹോൾ ഫിലിം ഭയങ്കര രസമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ഫിലിമാണ്. നിങ്ങളെല്ലാവരും കാണേണ്ട പടമാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. മാത്രമല്ല അത് രസമായിട്ട് അത് മേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. തമാശയുണ്ട്, നല്ല ആക്ഷൻ ഉണ്ട്. മലയാളത്തിൽ വരാത്തൊരു ടൈപ്പ് തീമാണല്ലോ ഏലിയൻ. അത് നന്നായി ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു റിഫ്രഷിംഗ് ആയിട്ട് നല്ല ഒരു മിനിറ്റ് പോലും ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. നന്നായിട്ടുണ്ടല്ലോ. ആക്ഷനൊക്കെ അടിപൊളിയാണ്. നീരജൊക്കെ അസലായിരുന്നു. അടിപൊളി സിനിമ, ഭയങ്കര എൻജോയ് ചെയ്തു. ആക്ച്വലി വെരി പ്രൗഡ് ഓഫ് ആദി. നമ്മുടെ മലയാളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണറാണ് സയൻസ് ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ സയൻസ് ഫിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ തല പുകച്ച് അങ്ങനത്തെ ഒരു മൂഡും അല്ല. ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു സാധനം. അൽത്താഫൊക്കെ ആണെങ്കിലും നീരജേട്ടൻ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ആർഷ ഭയങ്കര രസമായിട്ടുണ്ട്. ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ സർപ്രൈസ് എലമെൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളി. ഉറപ്പായിട്ട് ഈ സയൻസ് ഫിക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് ഭയങ്കര ഇതായിട്ട് നമ്മൾ ചിന്തിച്ചൊക്കെ കാണണം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. കുഞ്ഞു പിള്ളേരെ കൊണ്ട് വരെ വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. നല്ല കോമഡി, അടിപൊളി പടം. പടം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. സോംബി വന്നിട്ടില്ലല്ലോ. അടിപൊളിയായിരുന്നു. ലൈക്ക് ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഫണ്ണായിരുന്നു. അതായിരുന്നു അടിപൊളി. നല്ല സിനിമയാണ്. ഈ സൂപ്പർ ഹീറോ പോലെയൊക്കെ കൊടുക്കാവുന്ന ഒരു ഏലിയനെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏലിയൻ ഭയങ്കര ഫണ്ണി ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഇതേപോലെ എന്റർടൈനർ ആയിട്ട് തന്നെ ഇത് ആൾക്കാർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പ്ലൂട്ടോ
അല്ല ഇപ്പോൾ നല്ല എല്ലാ ഏജ് ഗ്രൂപ്പിലും കൂടുതലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുക. കോമിക് സൈഫൈ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കാണാൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടം. അവസാനം തകർത്തു. ഇപ്പോൾ പ്ലൂട്ടോ കണ്ടിറങ്ങിയുള്ളൂ. നല്ല മൂവിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയിട്ടൊരു മൂവിയാണ്. നമ്മൾ ഈ കഥാപുസ്തകമൊക്കെ വായിക്കൂലേ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് വായിച്ച കഥാപുസ്തകത്തിലുള്ള കഥകൾ പോലെയാണ് ഇരിക്കുന്നത്. നല്ല രസമുള്ള ഒരു മൂവിയാണ്. തമാശയുണ്ട് ഒരുപാട്. ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല രസമുണ്ട്. പക്ഷെ എല്ലാത്തിലും ഒരു ഫൺ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോറടിക്കാതെ കാണാൻ പറ്റും. എന്തായാലും കുട്ടികളെയും കൊണ്ട് ഫാമിലി ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സിനിമ തന്നെയാണ് പ്ലൂട്ടോ. നല്ല എൻ്റർടൈനിങ് പടമായിരുന്നു. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന പോലത്തെ പടമാണെന്ന് തോന്നി. ഒരുപാട് കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അൽതാഫ് സലീമിൻ്റെ ക്യാരക്ടറൊക്കെ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ നല്ല കോമഡി ആയിരുന്നു. ആൻഡ് ഓൾസോ അജു വർഗീസ് നന്നായിട്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല നല്ല മൂവിയായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അല്ല, സന്തോഷം. ആക്ച്വലി എനിക്കും ക്ലൈമാക്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര എൻജോയ് ചെയ്തതാണ് ആ സാധനം കണ്ടത്. വെരി ഹാപ്പി. എല്ലാവർക്കും ഇഷ്ടമാവുന്ന തന്നെ പ്രതീക്ഷ. ഇപ്പൊ ഒരുപാട് നമ്മൾ ഈ സൈഫൈ മൂവീസ് അധികം മലയാളത്തിൽ കണ്ടിട്ടില്ല. ഇപ്പൊ സോംബി പടമൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുള്ളൂ വരാൻ വേണ്ടി. അങ്ങനെയൊക്കെയാണ് ഒരു സൈഫൈ മൂവി, ഏലിയൻ മൂവി, അത്യാവശ്യം കോമഡി ജോണറൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വരുന്നത്. ആ ഒരു പേടിയുണ്ടായിരുന്നു, ടെൻഷൻ അല്ലായിരുന്നു. നമ്മൾ ചെയ്ത വർക്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ട്. അങ്ങനെ തന്നെ ആയിരുന്നു. കണ്ടപ്പോൾ അത് കുറച്ചുകൂടെ ഒരു രസമുള്ള പടമായിട്ട് തന്നെ തോന്നി. സൈഫൈയിൽ കോമഡിയും കൂടെ മിക്സ് ചെയ്താണല്ലോ വന്നിരിക്കുന്നത്. സോ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എനിക്കൊന്ന് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ത്രൂ ഔട്ട് ഭയങ്കര എക്സൈറ്റിങ് പരിപാടികളൊക്കെ അവർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നാളത്തേക്ക് വരാൻ നിൽക്കുന്ന ഓഡിയൻസിനോട് പെട്ടെന്ന് ഒറ്റവാക്കി പറയാൻ എന്തായിരിക്കും ഉണ്ടാകുക? അല്ല, ഇതൊരു പാക്ഡ് എൻ്റർടൈനറാണ്. ഇതിൽ എല്ലാ എലമെൻസും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ പ്രേക്ഷകരുടെ കയ്യിലാണ് അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്. പക്ഷേ എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. കുട്ടികളൊക്കെ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക. അവർക്ക് ഇഷ്ടമാവും. എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന്. അങ്ങനെയാണ് പ്രതീക്ഷ.